വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാനായിട്ടോ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഒട്ടും എണ്ണയില്ലാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാനായിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം. അതിനായിട്ടൊരു ബൗൾ എടുക്കുക. അതിലോട്ട് 1 കപ്പ് റവ എടുക്കുക. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ ബാക്കി ചേരുവകൾ കൂടി എടുത്താൽ മതി. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ പഞ്ചസാരയുടെ 1 സ്പൂൺ കൂടി കൂട്ടി കൊടുക്കാവുന്നതാണ്. ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ തണുത്ത പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാത്രം വെക്കണം. നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഏത് കപ്പിലാണ് റവ എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ പാലെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കവിടെ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് ശർക്കരയുടെ പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ ശർക്കരയുടെ പൊടിയിൽ കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഉരുക്കിയിട്ട് വേണം അരിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറക്റ്റ് ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ശുദ്ധമായ ശർക്കര കിട്ടുകയാണെങ്കിൽ അങ്ങനെയാണ് നല്ലത്. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും 10 മിനിറ്റ് ആയതിനു ശേഷം ഈ റവയ്ക്ക് നല്ലൊരു കട്ടിയായിട്ട് ഇതേപോലെ കിട്ടണം. ഇതേപോലെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കുറച്ചും കൂടി റവ ചേർത്തിട്ട് ഇങ്ങനെ ഒന്നാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ പൊടി എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാൻ പറയുന്നത്. ഇപ്പോൾ നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ശർക്കര ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ ഇഡ്ഡലി കിണ്ണത്തിലോ ഇതേപോലെ കിണ്ണം ഉണ്ടാവുമല്ലോ അതിലോട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത്. അതിലോട്ട് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. കാരണം ഇത് വിട്ട് വരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ നെയ്യ് തടവാൻ പറയുന്നത്. നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് നേരെ പകുതി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഓരോ സ്പൂൺ വീതം വെച്ച് കൊടുത്താൽ മതി. ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലായിടത്തും ആയിക്കോളും. ഇതിന് മുകളിലോട്ട് തേങ്ങ ശർക്കര ഫില്ലിങ് വെച്ച് കൊടുക്കുക. നടുക്കായിട്ട് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാത്തിലും ഇതേപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റായിരിക്കും ഈ ഞാൻ പറഞ്ഞ അളവ് 3 എണ്ണത്തിന് കൂടിയിട്ട്. പിന്നെ നിങ്ങളുടെ കിണ്ണത്തിനനുസരിച്ചിട്ടായിരിക്കും വ്യത്യാസം വരിക. അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് ബാക്കി വരുന്ന റവ കൂട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് മുകളിൽ വെച്ചിട്ട് ഇതിലൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പം നടുക്കായിരിക്കും ഇത്. അങ്ങനെ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് ഓപ്ഷനിലാണ് വേണേൽ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ജാഗറി പൗഡർ ഉണ്ടല്ലോ അത് ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാനും നല്ല ഇഷ്ടം തോന്നും. ഭംഗിയുള്ള സാധനങ്ങൾ കഴിക്കാനല്ലേ എല്ലാവർക്കും കൊതി ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റെസിൻസ് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കൊരു സ്റ്റീമർ എടുത്തിട്ട് അതിൽ വെള്ളം തിളപ്പിച്ച് വെക്കുക. തിളക്കുന്ന സമയത്ത് നമുക്കിതിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. അങ്ങനെ 10 മിനിറ്റ് വെന്തതിന് ശേഷം നമുക്ക് കിണ്ണത്തിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. തണുത്തതിന് ശേഷം എടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കുക. കണ്ടല്ലോ, വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റും വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് റെഡി ആയിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.